ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാരമലൈസ്ഡ് പുഡിംഗ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആൻഡ് ഈസി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ട് കാരമലൈസ് ചെയ്യുക. നന്നായിട്ട് ഇളക്കണം. അതുപോലെ ചുവട് കട്ടിയുള്ള പാത്രത്തിലായിരിക്കണം കാരമലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുക ഷുഗറിനെ. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്ന് ഈവനാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 കപ്പ് മിൽക്ക് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് റവയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് മിക്സറും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി 1 ടേബിൾ സ്പൂൺ ബട്ടർ, അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം ഈ മിക്സർ നല്ലവണ്ണം കട്ടിയാകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ കാരമലൈസ് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഇതിനെ നമുക്ക് അതിനകത്ത് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് ആവി കയറ്റിയിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക. തണുക്കുമ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം. ഇതാ കണ്ടോ. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ വെക്കേഷനൊക്കെ ആയി, അസാധ്യമായ ചൂടുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. തണുപ്പിച്ചിട്ട് നല്ലപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അടിപൊളിയാണ് ടേസ്റ്റ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.